വാർത്തകൾ വിശദമായി. പത്തനംതിട്ട മെഴുവേലിയിൽ സ്ഥാനാർത്ഥിക്ക് മേൽ കരിയോയിൽ ഒഴിച്ചു. UDF സ്ഥാനാർത്ഥി ബിജോ വർഗീസിന് നേരെയാണ് ആക്രമണം. മെഴുവേലി പഞ്ചായത്തിലെ 10ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. ബൈക്കിൽ പോകുമ്പോഴായിരുന്നു സംഭവം. പത്തനംതിട്ടയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട മെഴുവേലിയിൽ സ്ഥാനാർത്ഥിക്ക് മേൽ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി ബിജോ വർഗീസിന് നേരെയാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായിരിക്കുന്നത്. മെഴുവേലി പഞ്ചായത്തിലെ 10ാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ബിജോ വർഗീസ്. ബൈക്കിൽ പോകുമ്പോഴായിരുന്നു ഇത്തരത്തിൽ കരിയോയിൽ ഒഴിച്ച് അക്രമം നടത്തിയത്. ലൈംഗിക പീഡന പരാതിയിൽ കൂടുതൽ തെളിവുകൾ കൈമാറി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള രേഖകളാണ് കൈമാറിയത്. അഭിഭാഷകൻ വഴി ജില്ലാ കോടതിയിലാണ് തെളിവുകൾ നൽകിയത്. മുദ്രവെച്ച കവറിലാണ് തെളിവുകൾ ഹാജരാക്കിയത്. പെൻഡ്രൈവുകൾ അടക്കമുള്ള രേഖകളാണ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, ലൈംഗിക പീഡന പരാതിയിൽ കൂടുതൽ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൈമാറിയിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ അടക്കമാണ് കൈമാറിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, അത് തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നാണ് കോടതിയിൽ അഭിഭാഷകർ മുഖേന തെളിവ് സമർപ്പിച്ചത്. അതായത് ശാസ്ത്രീയ തെളിവുകളാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ തെളിവുകൾ, അതായത് ഈ പെൻഡ്രൈവുകൾ അടങ്ങിയ തെളിവുകളാണ് നൽകിയിരിക്കുന്നതാണ് വിവരം. 9ഓളം കവറുകളിലായാണ് ഇത്തരത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കി സീൽ വെച്ച കവറിലാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിഭാഷകർ തന്നെ പറയുന്നുമുണ്ട്. അതായത് ഇത്രയും ദിവസം അദ്ദേഹം ഒളിവിലാണ്, ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. പോലീസിന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയാണ് ഈ ഇത്തരത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ടത്. അത് നേരിട്ടെത്തിയാണ് ഒപ്പിട്ടതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ തന്നെ പറയുന്നുമുണ്ട്. ഏതായാലും വിഷയം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പാലക്കാടുണ്ടോ അതോ തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസ് കഴിഞ്ഞ ദിവസമാണ് 3 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിനെതിരെ ആദ്യമായി ആരോപണം ഉയരുന്നത്. അതിന് പിന്നാലെ അദ്ദേഹം പരാതിയില്ല എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. പരാതികൾ കൊടുക്കട്ടെ, ഹു കെയർസ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും പാലക്കാട് സജീവമായി തുടങ്ങിയത്. ആ സജീവമായതിന് ശേഷം പിന്നീട് വീണ്ടും അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം ഉയർന്നു. ഒരു ശബ്ദ സന്ദേശം വന്നു, വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ പുറത്തു വന്നു. അതിന് പിന്നാലെയാണ് യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന യുവതി പോലീസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പോലീസിന് കൈമാറി. അങ്ങനെയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്നത്. ആ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. കേസിൽ ഗുരുതര വകുപ്പുകളാണ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് ഉൾപ്പെടെയാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ജീവപര്യന്തം ശിക്ഷ വിധിക്കാനുള്ള, അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാനുള്ള കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും വിഷയം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്. കാരണം എല്ലാവരും ശബരിമല വിഷയം ഉയർത്തിക്കാട്ടുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളും യുവതിക്കെതിരെയുള്ള ശാസ്ത്രീയ തെളിവുകളാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ചയാണ് കോടതി വാദം കേൾക്കുന്നത്. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടോടെയാണ് വീക്ഷണം മുഖപ്രസംഗം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് എന്നാണ് മുഖപത്രത്തിൽ പറയുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPIM-ൽ പടർന്നു പിടിക്കുന്ന അതിസാരവും ഛർദിയുമാണ് എതിരാളികൾക്കെതിരെയുള്ള വ്യാജമായ ലൈംഗിക ആരോപണങ്ങളെന്ന് വീക്ഷണം പറയുന്നു. ഇത്തരം ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും മുഖപ്രസംഗത്തിലുണ്ട്. രാഹുൽ അടക്കമുള്ളവർ കോൺഗ്രസിന്റെ കത്തുന്ന സൂര്യന്മാരാണ്.
മറ്റ് പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുഗുണത്തെ ചവിട്ടിയരച്ച് കുലമൊടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെ ലക്ഷ്യമെന്നും വീക്ഷണം പറയുന്നു. രാഹുൽ മങ്കൊടത്തലിനെ അനുകൂലിച്ചുള്ള വീക്ഷണം മുഖപ്രസംഗം അന്വേഷിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അതിൽ വരുന്ന ലേഖനങ്ങളെക്കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ പരിശോധിക്കും. MLA സ്ഥാനത്ത് തുടരുന്ന കാര്യം തീരുമാനിക്കേണ്ടത് രാഹുൽ മങ്കൊടത്തിലാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അന്വേഷണത്തിലെ ലേഖനങ്ങൾ സംബന്ധിച്ചോ എഡിറ്റോറിയൽ സംബന്ധിച്ചോ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിശോധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപമുയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി സ്പീക്കർക്ക് കത്തുകൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നിരയിലല്ല, കോൺഗ്രസ് MLA-മാരുടെ കൂടെയല്ല ഇരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്ന് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ്? ഞാനൊരു പ്രവാചകനല്ല. ഈ രാഹുൽ ഒളിവിൽ കഴിയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്നത് എനിക്കറിയില്ല. രാഹുൽ മാങ്കൊടത്തലിനെ പിന്തുണച്ച കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖപ്രസംഗം എഴുതിയവരോട് ചോദിക്കണമെന്ന് VD സതീശൻ പറഞ്ഞു. രാഹുൽ മാങ്കൊടത്തലിനെതിരായ നടപടിയിൽ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞതാണ് പാർട്ടിയുടെ നിലപാടെന്നും സതീശൻ പറഞ്ഞു. ഇതൊക്കെ വളരെ കൃത്യമായി KPCC പ്രസിഡന്റ് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ഈ വിഷയം മുമ്പിൽ വന്നപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതുപോലെ ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും. നടപടി പാർട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലപാട്, ഈ പരാതി വന്നപ്പോൾ പാർട്ടിയുടെ നിലപാട് KPCC പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട്. ഒരു വ്യത്യാസവും ഒരാൾക്കുമില്ല. മറ്റൊരു അഭിപ്രായം സ്വീകരിക്കാനുള്ള അവകാശം എനിക്കുമില്ല, മറ്റൊരാൾക്കുമില്ല. എല്ലാവരുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് KPCC പ്രസിഡന്റ് നേരത്തെ നടപടി പ്രഖ്യാപിച്ചതും ഇപ്പോഴുള്ള തീരുമാനം പ്രഖ്യാപിച്ചതും. ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ്. അത് അവരോട് എഴുതിയവരോട് പോയി ചോദിക്കും, എനിക്കറിയില്ല. രാഹുൽ മാങ്കൊടത്തലിന്റെ രാജി നാടാണ് ആവശ്യപ്പെടുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. രാഹുൽ മാങ്കൊടത്തിൽ വിഷയത്തെ തുടർന്ന് കോൺഗ്രസിൽ രൂക്ഷമായ ഭിന്നതയാണ് നിലനിൽക്കുന്നത്. ഇത് പാർട്ടിയിലെ അതിജീർണതയുടെ ലക്ഷണമാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളം ഈ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിന് വിട്ടിരിക്കുകയാണ്, അവരെടുക്കട്ടെ നിലപാട്. കേരളം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ ഒരു ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു MLA സംബന്ധിച്ചോ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോ ഇതുപോലൊരു അഭിപ്രായം എവിടുന്നും ഉയർന്നു വന്നിട്ടില്ല. ഈ പ്രശ്നം ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോഴെ തന്നെ അദ്ദേഹത്തിൻ്റെ ജാമ്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഹർജിയിൽ അദ്ദേഹം സമ്മതിച്ചു കൊടുത്തൊരു കാര്യമുണ്ടല്ലോ, അപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ രാഹുൽ മാങ്കൊടത്തിൽ MLA-യെ കോൺഗ്രസിൽ തിരിച്ചെടുക്കില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. രാഹുൽ മാങ്കൊടത്തലിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി മുഖപത്രമോ തയ്യാറല്ലെന്നും തിരുത്തേണ്ട സ്ഥലത്ത് പാർട്ടി തിരുത്തുമെന്നും K മുരളീധരൻ പറഞ്ഞു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് വീക്ഷണം മുഖപ്രസംഗത്തിൽ പറഞ്ഞത് CPIM-നെയും LDF-നെയും ഉദ്ദേശിച്ചാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിന് 10 ദിവസം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് CPIM കോൺഗ്രസ് തന്ത്രത്തിന്റെ ഭാഗമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് CPIM-ന്റെ ശ്രമമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് സ്വർണ്ണക്കള്ള, ശബരിമലയിൽ നടന്ന സ്വർണ്ണ മോഷണം, കോട്ട് ചെയ്യുന്ന നടപടി, ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPM സർക്കാർ ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തത്. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച്, ഇന്ത്യ അലയൻസിന്റെ 2 പാർട്ണർ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം നടത്തുന്നു. ശബരിമല വിഷയത്തെ വഴിതിരിച്ചുവിടാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തി കാണിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കില്ല, തെറ്റുകളുടെ കൂമ്പാരമാണ് LDF എന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം അത് ശബരിമല ഇഷ്യൂവിനെ കാമോഫ്ലാഗ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇഷ്യൂ പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ കേസ്. ലെറ്റ് ദ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ പറ്റിയുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, CPM അതിശക്തമായ വർഗീയ പ്രചരണം നടത്തും. ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ആ മൗനം ദുരൂഹമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിൽ ഇരയെ അധിക്ഷേപിച്ച് മഹിളാ കോൺഗ്രസ് നേതാവ്. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിനുവാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന ചിത്രത്തോടൊപ്പമാണ് അധിക്ഷേപ പോസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതീകാത്മക ലുക്കൌട്ട് നോട്ടീസുമായി പാലക്കാട് SFA പ്രതിഷേധം. ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് ആവശ്യം. മാങ്കൂട്ടത്തിലിനെ കണ്ടുകിട്ടുന്നവർ പോലീസിനെ വിവരം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ലുക്കൌട്ട് നോട്ടീസുകൾ വിതരണം ചെയ്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പെട്ടെന്ന് അറിയിച്ച വേറെ കുറെ പെൺകുട്ടികളുടെ ജീവിതം രക്ഷപ്പെടും. അതിന്റെ ഒരു ക്യാമ്പയിനിങ് ആയിട്ട് ഇറങ്ങിയതാണ്. ഒരുപാട് കേസുകളുണ്ട്, വായിച്ചു നോക്കാൻ വരലില്ലെന്നതിനേക്കാളും കൂടുതലുണ്ട്. തന്നെ കേസില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്ടംമാതിരി കേസുണ്ട് നിലവിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇയാളെ പോലീസിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാസർഗോഡ് കാറ്റാങ്കാവലയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. ഒരാൾക്ക് ദാരുണാന്ത്യം. മൈസൂർ സ്വദേശി ഹരീഷാണ് മരിച്ചത്. 48 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 6 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞാണ് അപകടം. കാസർഗോഡ് മലയോര ഹൈവേ കാറ്റാംകവല മറ്റപ്പള്ളി വളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. 55ഓളം അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് നാടിഞ്ഞു നടുക്കിയ അപകടമുണ്ടായത്. 48 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു തീർത്ഥാടകൻ മരിച്ചു. 6ഓളം പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ പയ്യന്നൂരിലെയും ചെറുപുഴയിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 10 പേർ കുട്ടികളും ബാക്കിയുള്ളവർ മുതിർന്നവരുമാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ച തീർത്ഥാടകന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകട കാരണം വ്യക്തമല്ല. ചെങ്കുത്തായ പ്രദേശത്ത് നിരവധി അപകടങ്ങൾ മുൻപും സംഭവിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിലെ 2ാം പ്രതിക്കും വധശിക്ഷ. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസിലെ 1ാം പ്രതിയായ പ്രബീഷിന് കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചിരുന്നു. ഒഡീഷ ജയിലിലുള്ള പ്രതി രജനിയെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് കേസിലെ 2ാം പ്രതിയുടെ ശിക്ഷ കോടതി വിധിച്ചത്. ശിക്ഷ വിധിക്കുന്നതിന് മുൻപായി രാവിലെ രജനിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്നായിരുന്നു രജനിയുടെ മറുപടി. 1ാം പ്രതിക്ക് പുറമെ 2ാം പ്രതിയായ രജനിക്കും വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കേസിലെ 1ാം പ്രതി പ്രബീഷിന് കോടതി തിങ്കളാഴ്ചയാണ് വധശിക്ഷ വിധിച്ചത്. 2ാം പ്രതിയായ രജനി കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നെങ്കിലും ഇവർ മയക്കുമരുന്ന് കേസിൽ ഒഡീഷയിൽ ജയിലിലായതിനാൽ അന്ന് ശിക്ഷ വിധിച്ചിരുന്നില്ല. 1ാം പ്രതിക്ക് ചുമത്തിയിട്ടുള്ള എല്ലാ വകുപ്പുകളും 2ാം പ്രതിക്കും ചുമത്തിയിരുന്നു. മലപ്പുറം മൊതായിലെ യൂത്ത് ലീഗ് പ്രവർത്തകൻ മനാഫ് കൊലക്കേസിൽ 1ാം പ്രതി മാലങ്ങാടൻ ഷെഫീഖിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഷെഫീഖ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കൊലപാതകം നടന്ന 30 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. 1995 ഏപ്രിൽ 13-നാണ് കൊലപാതകം നടന്നത്. കേസിലെ 3ാം പ്രതിയും ഷഫീഖിന്റെ സഹോദരനുമായ ഷെരീഫ്, മറ്റു 2 പ്രതികൾ എന്നിവരെ വെറുതെ വിട്ടു. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി A.V. ടെല്ലസ് ആണ് വിധി പറഞ്ഞത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന്റെ സഹോദരി പുത്രന്മാരാണ് ഷെഫീഖും ഷെരീഫും. കൂട്ടുപ്രതികളായ നിലമ്പൂർ സ്വദേശി മുനീബ്, എളമറം സ്വദേശി ജാബിർ എന്നിവരടക്കം 4 പേരാണ് വിചാരണ നേരിട്ടത്. പോരാട്ടം ലക്ഷ്യത്തിലെത്തിയെന്നും വിധിയിൽ സംതൃപ്തരാണെന്നും ബാക്കിയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നുവെന്നും മനാഫിന്റെ പിതൃ സഹോദരൻ അബൂബക്കർ പറഞ്ഞു. ഇപ്പോൾ വെറുതെ വിട്ട പ്രതികളെ കൂടി ചേർത്തുകൊണ്ട് അപ്പീൽ റിവിഷൻ കൊടുക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. ഹൈക്കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് എതിരായിട്ടൊരു വിധി വരികയാണെങ്കിൽ അത് സുപ്രീം കോടതി വരെ പോയിട്ടെങ്കിലും
ഈ പ്രതികൾക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിശ്ചയം. തീർച്ചയായിട്ടും അത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ശബരിമലയിൽ മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ ചുമക്കുന്നത് നിർത്തലാക്കി ഹൈക്കോടതി. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് സൗകര്യം നിർബന്ധമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. നിലവിൽ സന്നിധാനത്ത് വെച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സ്ട്രെച്ചറിലാണ് പമ്പയിലേക്ക് മാറ്റുന്നത്. ഈ രീതിയിൽ മൃതദേഹങ്ങൾ മാറ്റുന്നതിൽ ഞെട്ടലും അതൃപ്തിയും കോടതി രേഖപ്പെടുത്തി. ഈ കാഴ്ച മല കയറി വരുന്നവർക്ക് കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കുന്നതാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ശബരിമലയിൽ 8 ദിവസത്തിനിടെ മരിച്ചത് 8 തീർത്ഥാടകരാണ്. ദിവ്യഗർഭം വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സിദ്ധൻ പിടിയിൽ. സജിൽ ചെറുപാണക്കാടിനെയാണ് ഒളിവിൽ കഴിയവെ തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നും കുളത്തൂർ പോലീസ് പിടികൂടിയത്. മിറാക്കിൾ ചാനൽ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് സജിൽ ചെറുപാണക്കാട്. പ്രതി ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് ബോധിപ്പിച്ച് പരാതിക്കാരിയെ പരിചയപ്പെടുകയായിരുന്നു. ദിവ്യഗർഭം ഉണ്ടാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ആഭിചാരക്രിയ ചെയ്യാനെന്ന വ്യാജേന യുവതിയുടെ വാടക വീട്ടിലെത്തി പ്രതി യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. തൃശൂർ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനം. വിദ്യാർത്ഥിയെ ഗ്രൗണ്ടിൽ വലിച്ചിഴച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കുറുമല സ്വദേശിയായ 17-കാരനാണ് മർദ്ദനമേറ്റത്. മറ്റു വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെയാണ് വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത്. സംഭവത്തിൽ വടക്കാഞ്ചേരി സ്വദേശികളായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കർണാടക കോൺഗ്രസിലുണ്ടായ തർക്കങ്ങൾക്ക് വിരാമം. അടുത്ത മാസം 8-ന് തുടങ്ങുന്ന കർണാടക നിയമസഭയുടെ ശീതകാല സമ്മേളനം പൂർത്തിയാകും വരെ മുഖ്യമന്ത്രി പദവി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ചകളോ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളോ ഉണ്ടാകില്ല. മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ 2 കൊല്ലം കൂടി തുടർന്നേക്കുമെന്നാണ് സൂചന. തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഭിന്നതയുമില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും PCC അധ്യക്ഷൻ DK ശിവകുമാറും വ്യക്തമാക്കി. സിദ്ധരാമയ്യയുടെ പ്രഭാത വിരുന്നിന് ശേഷമായിരുന്നു ഇരു നേതാക്കളുടെയും വാർത്താ സമ്മേളനം. 2028-ലെ തിരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ അജണ്ട. 2028-ലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. നേതൃത്വത്തെ ചൊല്ലിയുള്ള വിഷയത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അനുസരിക്കുമെന്നും ಸಿದ್ದರಾಮಯ್ಯ ಆವರ್ತಿച്ചു. ಸೊ ಒಟ್ಟಾರೆಯಾಗಿ ನಾವು ಹೈಕಮಾಂಡ್ ಏನು ತೀರ್ಮಾನ ಕೊಡ್ತದೆ, ಏನು ಡೈರೆಕ್ಷನ್ ಕೊಡ್ತದೆ, ಏನು ಇನ್ಸ್ಟ್ರಕ್ಷನ್ ಕೊಡ್ತದೆ, ಆ ರೀತಿಯಾಗಿ ಮಾಡ್ಕೊಂಡು ಹೋಗ್ತೀವಿ. ಬಿಟ್ವೀನ್ DK ಶಿವಕುಮಾರ್ ಅಂಡ್ ಮೈಸೆಲ್ಫ್ ವಿ ಹ್ಯಾವ್ ಡಿಸೈಡೆಡ್. ಹೈಕಮಾಂಡ್ ಹೇಳ್ದ ಕೇಳದೆ ಸೆಟಲ್ಮೆಂಟ್. ದಿ ಯೂನಿಟಿ ವಿಲ್ ಕಂಟಿನ್ಯೂ. ವಿ ಆರ್ ಟುಗೆದರ್. ಮೈಸೆಲ್ಫ್. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും വെട്ടിയ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. പത്തനംതിട്ട അടൂർ സ്വദേശി കാർത്തിക്കാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. ഇക്കഴിഞ്ഞ 20-ന് രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. 2 കാറുകളിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. വെളപ്പായയിലെ സുനിലിന്റെ വീടിന് മുൻപിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന സംഘം വടിവാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയത്. ചേർത്ത് പിടിച്ചവർക്ക് നന്ദി അറിയിച്ച അത്യാഹിത വിഭാഗത്തിൽ വിവാഹിതയായ ആവണി. എല്ലാവരോടും പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്. ആപത്തിൽ ചേർന്ന് നിന്ന ഭർത്താവ് ഷാരോൺ ആത്മവിശ്വാസം പകർന്നൊപ്പമുണ്ടായിരുന്നു. VPS ലോകേഷ് കുമാറിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം വഴിയായിരുന്നു ആവണിയുടെ ആദ്യ പ്രതികരണം. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇപ്പം ഞാൻ കുറച്ച് റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ICU റൂമിലേക്ക് ഷിഫ്റ്റായി. ഞാൻ എൻ്റെ ഡ്രീമിലേക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോയതാ. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും വിശ്വാസം വന്നപ്പോൾ എനിക്ക് കാലെനിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് അതിൽ നിന്നൊക്കെ മച്ച് ബെറ്റർ ആയിട്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ഫാമിലിയുടെ കൂടെ ചേർത്ത് വെക്കേണ്ട ആൾക്കാർ തന്നെയായിട്ട് എനിക്കിപ്പം ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ടീമിന് പറയാനുള്ളത്. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ധൈര്യത്തിൽ പറയാൻ ഞാനൊരു വിത്തിൻ ഒരു 3 months അതിനുള്ളിൽ നടക്കുമെന്ന് എനിക്ക് നല്ല ഷുവറുണ്ട്. ഇപ്പൊ എനിക്ക് ആ ഒരു കെയറാണ് നിങ്ങളും എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്നത്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത തുടരുന്നു. മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യ പകുതിയിലെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. കൈകാര്യം ചെയ്യുന്ന ആസ്തി കഴിഞ്ഞ വർഷത്തേക്കാൾ 30.46% വർദ്ധിച്ചു. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ കമ്പനി കൈകാര്യം ചെയ്യുന്ന ആസ്തി 4773.47 കോടി രൂപയിലെത്തി. കഴിഞ്ഞ വർഷം ഇത് 3658.86 ആയിരുന്നു.
സ്വർണ്ണ വായ്പ ബിസിനസ്സിലുടനീളം ഉയർന്ന വരുമാനമാണ് കമ്പനി നേടിയത്. ഈ വളർച്ചയുടെ തുടർച്ചയായി മുത്തൂറ്റ് മിനി 5000 കോടിയുടെ നാഴികക്കല്ല് പിന്നിട്ടു. പ്രവർത്തന കാര്യക്ഷമതയും സ്ഥിരതയുള്ള പോർട്ട്ഫോളിയോയുമാണ് 61.77 കോടി രൂപയുടെ ആദ്യ പകുതിയിലെ അറ്റദായം നേടാൻ സാധ്യമായത്. ആദ്യ പകുതിയിലെ മൊത്ത വരുമാനം 481.11 കോടി രൂപയിലെത്തി. സ്വർണ്ണ വായ്പയ്ക്കുള്ള ശക്തമായ ഡിമാൻഡ് കാരണം 89.24 കോടിയുടെ വർധനവാണ് ഉണ്ടായത്. ഈ സുസ്ഥിരമായ വളർച്ച ഉപഭോക്താക്കൾ അർപ്പിക്കുന്ന വിശ്വാസവും തങ്ങൾ തുടർന്നും നൽകുന്ന മൂല്യത്തെയുമാണ് കാണിക്കുന്നതെന്ന് മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ മാത്യു മുത്തൂറ്റ് പറഞ്ഞു. ഡിജിറ്റൽ കഴിവുകൾ വഴി ഉപഭോക്താനുഭവം മെച്ചപ്പെടുത്തുന്നതിനും വായ്പാ വിതരണത്തിലുള്ള ഭരണനിർവഹണാധിഷ്ഠിത സമീപനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രതിബദ്ധത തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് ലിമിറ്റഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PE മത്തായി പറഞ്ഞു. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 980-ലധികം ശാഖകൾ മുത്തൂറ്റ് മിനിക്കുണ്ട്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. തിരക്കൊഴിഞ്ഞ് ശാന്തമായി ഒഴുകുന്ന പമ്പ നദി പോലെയാണ് ഭക്തർ മല ചവിട്ടാൻ പമ്പയിലെത്തുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ദർശനത്തിനായി എത്തിയ ഭക്തർ പമ്പ സ്നാനം നടത്തി. അധികൃതർ ഒരുക്കിയ സൗകര്യങ്ങൾ തൃപ്തരായാണ് മല ചവിട്ടുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് പമ്പയിൽ എല്ലായിടത്തും. ബാംഗ്ലൂരിലെ രാജ്കുമാർ വീർഭൂമിയിൽ നിന്നും എത്തിയ സംഘമാണ് നമ്മോടിപ്പോൾ ഉള്ളത്. ഗംഗാധര എത്ര ടീം ഇருக்கு? എത്ര ടീം? 13 members. 13 സ്വാമീസ്. ബംഗളൂരിൽ ബംഗളൂർ രാജ്കുമാർ പുണ്യഭൂമി നിയർ. എത്ര ടീം ഇருக்கு? എത്ര മെമ്പേഴ്സ്? 13 members. I am 18 years. Sabrimala trip. Sabri Swami Darshanam. Other members 5 years, 10 years. Sabrimala trip Swamis. ഇപ്പോൾ തന്നെ പമ്പ സ്നാനം ദർശനം സ്വാമി ദർശനം நல்லா இருக்கா? அப்படியே சொச்சா இருக்கா? சபரிமலை பம்பா சொச்சா இருக்கா? பிளாஸ்டிக் अच्छा क्लीन सबरीमला. नो प्रॉब्लम्स. आराम स्वामी. 20th year. Facility is not available here. No facility at all. Even drinking water is also available. మంచిగా చేయాలని స్వామి గురించి మీ ఎక్స్పీరియన్స్ అడుగుతున్నారు. స్వామి Hyderabad. How many members? We are all members. We came by car, so we traveled alone like 24 hours. We drove 24 hours and we came to Pamba. So it is very much excited to visit the Sabrimala and take the blessings of the Ayyappa. So going forward, we would like to have more facilities here, so that based on that we will also feel so happy and secure. Yeah. How many facilities to develop in your mind? Devotees. Like the Tirumala, we have it right. So in the same way, if there is any Annaprasadam, and also if there are any free food service to the people, to the poor people, to all the Swamis, it will be good. And other than that, I see that government is doing very much good in transport by sending the buses, and also the police department are also doing very good job. They are also very cooperative. So that's right. So thanks to the Kerala government, and also going forward, it should be developed more. So that we can visit more. ഇത് തന്നെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഓരോ അയ്യപ്പന്മാർക്ക് നമ്മോട് പറയാനുള്ളത്. അവർ എല്ലാ വിധത്തിലും പൂർണ്ണ സംതൃപ്തിയാണ്. ഒരു വിധത്തിലുള്ള ഒരു പ്രയാസങ്ങളും അവരെ ബാധിക്കുന്നില്ല. അവര് സ്വർണ്ണബലികളുമായി വീണ്ടും പമ്പാസ്നാനം നടത്തി വീണ്ടും അവരെ സന്നിധാനത്തിലേക്ക് നാളികപ്പുറങ്ങളും മണികണ്ഠസ്വാമി ഉൾപ്പെടെയുള്ളവരെ മലകയറാനുള്ള തിരക്കിലാണ്. പമ്പയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പമ്പ.
നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. ഒരു മരണവാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കേരളത്തിൽ മുസ്ലിം മാപ്പിള സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ MLA കൂടിയാണ് ജമീല. 2021 തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ N സുബ്രഹ്മണ്യനെ 8472 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാനത്തിൽ ജമീല നിയമസഭയിലേക്ക് എത്തിയത്. മുൻപ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജമീല ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, കോഴിക്കോട് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയാണ് അന്തരിച്ചിരിക്കുന്നത്. അർബുദ രോഗബാധയെ തുടർന്നാണ് മരണം എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കാനത്തിൽ ജമീല MLA അല്പസമയം മുൻപാണ് അന്തരിച്ചത്. ഇവരെ നേരത്തെ തന്നെ ആരോഗ്യാവസ്ഥ വളരെയധികം മോശമായതിനെ തുടർന്ന് കോഴിക്കോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 6 മാസമായി അർബുദബാധയെ തുടർന്ന് ഇവർ ചികിത്സയിലായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അധികം വൈകാതെ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് തുടങ്ങി ഈ ത്രിതല പഞ്ചായത്തിൻ്റെ തന്നെ എല്ലാ ഘട്ടങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടാണ് ജമീല ഈ ഒരു രംഗത്തേക്ക് എത്തിയത്. മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ മുസ്ലിം മാപ്പിള സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ MLA കൂടിയാണ് ഈ കാനത്തിൽ ജമീല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വ്യത്യസ്തതയോടുകൂടി തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി തന്നെ ഏറെ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൊയിലാണ്ടിയിൽ നിന്നും 2021 കൊയിലാണ്ടിയിൽ നിന്നും ജയിച്ച MLA ആവുകയായിരുന്നു. അതിനുശേഷം അതിനു മുൻപ് ഇത്തരത്തിൽ പഞ്ചായത്ത്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലെല്ലാം തന്നെ കാനത്തിൽ ജമീല പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. തൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, പൊതുപ്രവർത്തനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണമാണ് എന്നാണ് അദ്ദേഹം. നമുക്കൊപ്പം അഭിന ചേരുന്നുണ്ട്. അഭിന, മുസ്ലിം മാപ്പിള സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ MLA ആണ് ജമീല. ജമീല കോഴിക്കോട് കൊയിലാണ്ടി MLA ആയി കാനത്തിൽ ജമീലയാണ് അന്തരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അരുണിമ, വലിയ അതീവ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. ജമീല അന്തരിച്ചു. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ ഒരു സംശയമില്ല. നമുക്കറിയാം, ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ആദ്യമായ ഒരു വനിത കയറി വന്നതും അത് കാനത്തിൽ ജമീലയിലൂടെയാണ് എന്നുള്ളതാണ്. ജമീലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏറെ നാളുകൾക്ക് മുൻപ് ഈ ഇത്തരത്തിൽ ബാധയെ തുടർന്ന് ചികിത്സയിൽ തുടരുകയായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് അസുഖം അല്പമൊന്ന് മാറി നിന്നെങ്കിലും പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും പിന്നീട് വീട്ടിൽ നിന്ന് വീണ്ടും അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് മൈത്ര ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അല്പസമയം മുൻപാണ് അതീവ ഗുരുതരാവസ്ഥയിലായ കാനത്തിൽ ജമീല വിടവാങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന നേട്ടങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് കാനത്തിൽ ജമീല. അതുപോലെ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ N സുബ്രഹ്മണ്യനെ 8472 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാനത്തിൽ ജമീല അന്ന് നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻപ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജമീല ഗ്രാമപഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വനിത, ഒരു വീട്ടമ്മയിൽ നിന്നും തുടങ്ങിയാണ്, അതും ചെറിയ പ്രായത്തിൽ വിവാഹത്തിന് മുൻപ് തന്നെ കാനത്തിൽ ജമീല ഇത്തരത്തിൽ വലിയ സജീവമായി തന്നെ ഈ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ജനപ്രതിനിധിയാണ്. അതോടൊപ്പം തന്നെ വെറും 59 വയസ്സ് മാത്രമാണ് കാനത്തിൽ ജമീലയ്ക്ക് ഉള്ളത്. ഈ ഒരു 59 വയസ്സിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു അർബുദം ബാധിച്ച് അതും അതീവ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറും 59ാമത്തെ വയസ്സിലാണ് കാനത്തിൽ ജമീല വിടവാങ്ങുന്നത്.
രാഷ്ട്രീയ രംഗത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകത്തേക്ക് തന്നെ വലിയൊരു തീരാനഷ്ടം തന്നെയായിരിക്കും എന്നുള്ളതാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ തീരാനഷ്ടം തന്നെയാണ് കാനത്തിൽ ജമീല. നമുക്കറിയാം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പിന്നീട് നിയമസഭയിലേക്കുള്ള ആ ഒരു കടന്നുവരവെല്ലാം തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ നമുക്കറിയാം മലബാർ മേഖലയിൽ നിന്നും അത്രയധികം സ്ത്രീകൾ ആരും കടന്നു വരാത്ത ഒരു പൊതുരംഗത്തേക്ക് കാനത്തിൽ ജമീലയെ പോലുള്ള ഒരാൾ കടന്നു വരിക എന്ന് പറയുന്നതും അതും ഏറെ സംസാര വിഷയമാവുകയും അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഒരുപക്ഷെ കാനത്തിൽ ജമീല ആയിരിക്കാം മറ്റുള്ള ആളുകൾക്കെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പ്രോത്സാഹനം നൽകുക അല്ലെങ്കിൽ ഒരു ഈ ഒരു പൊതുരംഗത്തെല്ലാം തന്നെ സജീവമാകുന്നതിന് വേണ്ടിയിട്ട് കാനത്തിൽ ജമീല വഹിച്ച പങ്ക് അത് ചെറുതൊന്നുമല്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഓർക്കാനുള്ളത്. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് പലതരത്തിൽ അതുപോലെ തന്നെ നാടിനെല്ലാം തന്നെ വലിയ രീതിയിൽ വികസനങ്ങൾ കൊണ്ടുവരുന്നതിലെല്ലാം തന്നെ കാനത്തിൽ ജമീല വഹിച്ച പങ്ക് അതും ചെറുതല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലാണ് ഈ കാനത്തിൽ ജമീലയുടെ മൃതദേഹമുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ബന്ധുക്കളെല്ലാം തന്നെ മൈത്ര ഹോസ്പിറ്റലിന് മുൻപിലുണ്ട്. ഈ മറ്റ് നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇനി എങ്ങനെയാണ് പൊതുദർശനം അടക്കം ഉള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ തീരുമാനങ്ങളിലേക്കെല്ലാം എത്തേണ്ടതുണ്ട്. അതിനായി മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അതുമായി സംബന്ധിച്ച് ലഭ്യമാകേണ്ടതുണ്ട്. അരുണിമ. ശരി, വ്യക്തമാണ് അഭിന. കൂടുതൽ വിവരങ്ങളുമായി അതുല്യ തുടരുന്നുണ്ട്. അതുല്യ, ജനങ്ങൾക്കിടയിൽ വലിയൊരു ഓളമുണ്ടാക്കിയ ഒരു ജനപ്രതിനിധി കൂടിയാണ് ജമീല. കൂടുതൽ വിവരങ്ങൾ പറയാമോ? അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും വടക്കേ മലബാറിലെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ തൻ്റെതായൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ കാനത്തിൽ ജമീല MLA-ക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കൊയിലാണ്ടി MLA ആയിരിക്കുമ്പോഴും അവർ തൻ്റെ പ്രവർത്തന മണ്ഡലം കൊയിലാണ്ടിയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ തദ്ദേശീയമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ 3 സ്ഥാനങ്ങളിലും അവർ ഭരണത്തിൽ ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു 3 സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ഏറ്റവും അടിത്തട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ ആരംഭിച്ചതാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനുശേഷം പടിപടിയായി ജനങ്ങൾക്കിടയിലുള്ള കൃത്യമായ പ്രവർത്തനത്തിലൂടെ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അതുപോലെ തന്നെ കുട്ടികൾക്കും വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, കൂടുതലായും അവരുടെ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് അവർക്ക് ഈ ജനങ്ങൾക്കിടയിൽ ഇത്ര വലിയ ഒരു മതിപ്പ് നേടിക്കൊടുത്തത് എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ സ്നേഹസ്പർശം പദ്ധതി, അത്തരത്തിലൊരു പദ്ധതിക്ക് തുടക്കമിടുന്നതിൽ കാനത്തിൽ ജമീല MLA-യുടെ പങ്കും ഇത്തരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴും സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ നടപ്പാക്കുന്ന ഈ സ്നേഹസ്പർശം പദ്ധതിയെ കാനത്തിൽ ജമീല MLA-യുടെ പേരുമായി കൂട്ടിച്ചേർത്ത് വെക്കുന്നു എന്നുള്ളത് അവരുടെ ഈ ഒരു സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എത്രമാത്രം അവർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2020 ഈ ഒരു പദ്ധതിക്ക് തുടക്കമാകുന്നത്. അന്ന് ആ പദ്ധതി തുടക്കം ഇടുന്നതിൽ വലിയ പങ്ക് കാനത്തിൽ ജമീല MLA വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ നാട്ടുകാരായ സ്ത്രീകൾക്കിടയിൽ ഏറ്റവും പെട്ടെന്ന് ഓടിയെത്താൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിലാണ് കാനത്തിൽ ജമീല MLA-യെ അവർ കണ്ടിരുന്നത് എന്നുകൂടി ആണ് ഈ ഒരു അവസരത്തിൽ അവരെക്കുറിച്ച് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വീട്ടമ്മയിൽ നിന്ന് MLA ആയി എന്നതിലുപരി ഒരു പാർട്ടി മെമ്പറിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റിലേക്കും, പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ബ്ലോക്കിലേക്കും, ബ്ലോക്കിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്കും, അങ്ങനെ ക്രമത്തോടെയുള്ള ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടുള്ള വളരെ ക്രമം പാലിച്ചുകൊണ്ടുള്ള ഒരു പടിപടിയായുള്ള ഒരു ഉയർച്ച തന്നെ ആയിരുന്നു കാനത്തിൽ ജമീല MLA-യുടേത്. വളരെ സരസമായി പെരുമാറുന്ന, അതേസമയം വളരെ കരുത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. നിയമസഭയിലെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉയർന്നു നിന്ന് കരുത്തോടു കൂടി തന്നെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. പലയിടത്തും
ഇത്തരത്തിൽ മലബാറിലെ പ്രത്യേകിച്ച് കൊയിലാണ്ടിയിലെ ഉള്ളിലേക്കുള്ള പല ഇടങ്ങളിലേക്കും ഇത്തരത്തിൽ വലിയ രീതിയിൽ വഴിവിളക്കുകൾ എത്തിച്ചത്, അതുപോലെ തന്നെ തൻ്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തിൽ എല്ലാ വീടുകളിലും വൈദ്യുതി ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ എല്ലാ വീടുകളിലേക്കും വൈദ്യുതി എത്തിച്ചത്, അത്തരത്തിൽ വലിയ കാര്യങ്ങൾ കാണത്തിൽ ജമീലയെക്കുറിച്ച് നാട്ടുകാർ ഓർത്തെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മുതൽ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മുതൽ ഇത്തരത്തിൽ ഉണ്ടായിരുന്ന, അതായത് നാട്ടുകാർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ആ ഒരു അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് തന്നെ MLA ആയിരിക്കുമ്പോഴും ഇത്തരത്തിൽ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യുതി കൃത്യമായി എത്താത്ത പലയിടങ്ങളിലും വൈദ്യുതി എത്തിച്ച്, അല്ലെങ്കിൽ സ്കൂളുകളടക്കമുള്ള ഭാഗങ്ങളിൽ വൈദ്യുതി എത്തിച്ച് അതിൻ്റെ പേരിൽ നാട്ടുകാർ അവർക്ക് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ സമയത്ത് നന്ദി രേഖപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ജനപ്രീതി പിടിച്ചുപറ്റിയ ഒരു MLA കൂടിയാണ് കാനത്തിൽ ജമീല എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കുറച്ച് കാലമായി അവർ ഈ ഒരു അർബുദ രോഗബാധയെ തുടർന്ന് പൊതുരംഗത്ത് നിന്നും ചെറുതായി ഒന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ പുറത്തുവിടാറുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ഒരു 6 മാസമായി തീരെ ക്ഷീണിതയായിരുന്നു. മാത്രമല്ല ഈ ഒരു അർബുദ രോഗബാധ വളരെയധികം അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അതേ തുടർന്ന് ഇന്ന് വൈകിട്ടോടുകൂടി ഈ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത്. അത്തരത്തിൽ ഈ ഒരു അർബുദബാധ അല്ലെങ്കിൽ ഈ ക്യാൻസർ മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കാനത്തിൽ ജമീല MLA വിട പറഞ്ഞിരിക്കുന്നത്. വൈകിട്ടോടുകൂടിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏതാണ്ട് രാത്രി 9 മണിയോട് കൂടിയാണ് അവരുടെ മരണം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വടകര MLA KK രമ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. കോഴിക്കോട് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയാണ് അന്തരിച്ചിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ജനപ്രതിനിധി കൂടിയാണ് ജമീല. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നല്ലൊരു ജനപ്രതിനിധിയായിരുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല വാർത്ത. അദ്ദേഹത്തിന് അസുഖമുണ്ട്, പക്ഷെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. രാഷ്ട്രീയമായ എതിർചേരിയിലാണെങ്കിൽ പോലും നല്ല സൗഹൃദമായിരുന്നു, നല്ല സ്നേഹവും നല്ല വ്യക്തിബന്ധവും സൂക്ഷിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. എല്ലാ രംഗത്തും പൊതു രംഗത്ത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള, അവർക്കിടയിൽ എപ്പോഴും പ്രവർത്തിച്ച ഏറ്റവും നല്ലൊരു പൊതുപ്രവർത്തകയോടെയായിരുന്നു. ജനപ്രതിനിധിയായിട്ട് വിവിധ ഇടങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ പല തട്ടുകളിൽ പ്രസിഡന്റായിട്ടും ഒക്കെ പ്രവർത്തിച്ച അനുഭവമുള്ളതാണ്. നല്ലൊരു ജനപ്രതിനിധിയായിരുന്നു, നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല അവർക്ക്. ഒപ്പം പ്രവർത്തിച്ച സമയത്തെ എന്തെങ്കിലും ഒരു അനുഭവം പറയാനുണ്ടാവുമോ? ധാരാളം അനുഭവങ്ങളുണ്ട്. കാരണം ഞങ്ങള് കോഴിക്കോട് ജില്ലയിലെ 2 വനിതാ ജനപ്രതിനിധികളാണ്. ഞങ്ങൾ മീറ്റിങ്ങുകളും എല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ് ഉണ്ടാവാറ്. യാത്രകളിലും ഞങ്ങൾ ഒന്നിച്ചുണ്ടാവാറുണ്ട്. അന്ന് നിയമസഭയിൽ അദ്ദേഹത്തിന് അസുഖമായെന്ന് എന്ന് തിരിച്ചറിഞ്ഞ ദിവസം സഭയിൽ ശക്തമായ വാക്പോര് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. നിശിതമായി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു, രാഷ്ട്രീയമായി നിശിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് വളരെ ശ്രമം നടത്തി നല്ല ആത്മാർത്ഥമായ ബന്ധം സൂക്ഷിക്കുന്ന ഒരു പ്രയാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. രാഷ്ട്രീയം പറയുമ്പോഴും നല്ല സൗഹൃദമായിരുന്നു. അതൊക്കെ നമുക്ക് ഓർമ്മകളാണ്. അല്ലാത്ത ഓർമ്മകൾ, ഒരുപാട് ഓർമ്മകൾ അവരുമായിട്ടുണ്ട്. ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ വാർത്ത. ശരി, വ്യക്തമാണ്. കോഴിക്കോട് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കേരളത്തിൽ മുസ്ലിം മാപ്പിള സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ MLA ആണ് ജമീല. 2021 തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സുബ്രഹ്മണ്യനെ 8472 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാനത്തിൽ ജമീല നിയമസഭയിലേക്ക് എത്തിയത്. അത്തോളി ചോയ്ക്കുളം സ്വദേശിനിയാണ് കാനത്തിൽ ജമീല. 2005 ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത്. 2010 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അതുല്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതുല്യ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്?
അരുണിമ 30 വർഷം നീണ്ട അല്ലെങ്കിൽ 3 പതിറ്റാണ്ട് നീണ്ട ആ ഒരു പൊതുപ്രവർത്തനത്തിൽ നിന്നാണ് ഇപ്പോൾ കാനത്തിൽ ജമീല വിട വാങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ 2005 ആദ്യമായി ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ അതിനു മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റായും അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും എല്ലാം കാനത്തിൽ ജമീല തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ 3 പതിറ്റാണ്ട് നീണ്ട ഒരു പൊതുപ്രവർത്തനം, ആ പൊതുപ്രവർത്തന രംഗത്ത് കൃത്യമായും വലിയ രീതിയിൽ ജനങ്ങളുടെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തലക്കുളത്തൂരിലെ കോളനികളിൽ അല്ലെങ്കിൽ ഉന്നതികളിൽ നിലനിന്നിരുന്ന വലിയ രീതിയിലുള്ള ജലക്ഷാമം അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നം നിലനിന്നിരുന്നു. ആ കുടിവെള്ള പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടൽ വലിയ രീതിയിൽ അവരുടെ പേരിൽ പിന്നീട് ഓർത്തിരുന്നു. അതുപോലെ തന്നെ കണിയാകുന്ന് പ്രദേശത്തേക്ക് വൈദ്യുതി എത്തിച്ച ഒരു സംഭവമുണ്ട്. ഇത്തരത്തിൽ അവർ നടത്തിയ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അത് വികസന പ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഇന്നും അവരെ ഓർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യമായി താൻ പഞ്ചായത്ത് പ്രസിഡന്റായി എത്തുമ്പോൾ ഉള്ള അനുഭവങ്ങളും അവർ പങ്കുവെക്കുന്നുണ്ട്. തലക്കുളത്തൂരിലെ ഒരു സാധാരണക്കാരി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളൊരു സാധാരണക്കാരി എന്ന നിലയിൽ നിന്ന് 30 വർഷം നീണ്ട പൊതുപ്രവർത്തന രംഗത്തെ, അതിലുപരി രാഷ്ട്രീയ രംഗത്തെ യാത്ര എന്ന് പറയുന്നത് അത് ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം അവരുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് എപ്പോഴും നാട്ടുകാരും അതുപോലെ തന്നെ സഹപ്രവർത്തകർ അവർക്കൊപ്പം ഉണ്ടായിരുന്ന, അത് സംഘടനയിലെ ആളുകളും അതുപോലെ തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളും എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. കണിയാങ്കുന്ന് കോളനിയിൽ വെള്ളം എത്തിച്ചതിൻ്റെ ആ ഒരു കഥ എപ്പോഴും ഇത്തരത്തിൽ ആളുകൾ ഓർത്തിരിക്കുന്ന ഒന്നാണ്. 2010 അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സ്നേഹസ്പർശം പദ്ധതിക്ക് തുടക്കമിടുന്നത്. ഇത്തരത്തിൽ അമ്മമാരും അതുപോലെ തന്നെ നവജാത ശിശുക്കൾക്കും അവരുടെ പോഷകാഹാരം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയും അവരുടെ കരുതലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ സ്നേഹസ്പർശം പദ്ധതി. അതിന് 2010 ഇവർ തുടക്കമിടുന്നത്. അതിനുശേഷം പിന്നീട് 2020 സാമൂഹ്യനീതി വകുപ്പ് സംസ്ഥാനമൊട്ടാകെ സ്നേഹസ്പർശം പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ ജനഹിതം അറിഞ്ഞുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കാനത്തിൽ ജമീല MLA എല്ലാവരും ഓർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഗ്രാമസഭകളിൽ നിന്ന് ആരംഭിച്ച് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായി, അതിനുശേഷം ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതിനുശേഷം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ 3 തലത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ കൃത്യമായ ആ സംവിധാനത്തിലെ എല്ലാ ഘടകങ്ങളിലൂടെയും കാനത്തിൽ ജമീല കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ താൻ ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യമായി കൂടുന്ന ഗ്രാമസഭയിൽ തന്നെ 900ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ഒരു നാടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിച്ചെടുക്കാനും അത് പരിഹരിച്ചെടുക്കാനും ശ്രമിച്ചു എന്നുള്ളത് മറ്റ് ജനപ്രതിനിധികളിൽ നിന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ അന്ന് മത്സരിച്ച് ജയിച്ച മറ്റ് ജനപ്രതിനിധികളെ പോലും ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശേഷം ആദ്യമായി വിളിച്ചുകൂട്ടിയ ആ ഗ്രാമസഭയിൽ തന്നെ 900-ലധികം ഏതാണ്ട് 1000-നോടടുത്ത ആളുകൾ പങ്കെടുത്തു. അത്തരത്തിൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. അവരിൽ നിന്നും ഏറ്റവും അടിസ്ഥാനപരമായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നത് പഠിച്ചെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെ ഏറ്റവും ഉൾഭാഗത്തായി ഉൾപ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായി അവർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നത് തിരിച്ചറിയുകയും അവിടെ നിന്ന് വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതും വലിയൊരു മാറ്റമായി തന്നെ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും കാനത്തിൽ ജമീലയുടെ അന്ത്യം ഇപ്പോൾ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്കാരം അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഒരു തീരുമാനം ആയിട്ടില്ല. അത് എന്തായാലും നമുക്ക് ഇനി വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ അർബുദബാധയെ തുടർന്നാണ് കാനത്തിൽ ജമീല ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. ശരി, വ്യക്തമാണ് അതുല്യ. കോഴിക്കോട് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല വിട പറഞ്ഞിരിക്കുന്നു. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കേരളത്തിൽ മുസ്ലിം വാർത്തകൾ തുടരുന്നു.
നിരവധിയായ ബിസിനസ് സംരംഭങ്ങൾക്കാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും ചേർന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഉപയോക്താക്കൾക്ക് ഒന്നിലധികം സേവനങ്ങൾ ഒരേ നെറ്റ്വർക്ക് ശൃംഖല വഴി ലഭ്യമാക്കുന്നു. അതിന്റെ ഭാഗമായാണ് കേരള വിഷൻ കീ OTT സംരംഭം ആവിഷ്കരിച്ചിരിക്കുന്നത്. കീ OTTയുടെ ട്രെയിനിംഗ് പ്രോഗ്രാം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വെസ്റ്റ്, ഈസ്റ്റ്, നേമം, ബാലരാമപുരം, കാട്ടാക്കട മേഖലകൾ സംയുക്തമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും പുതിയ ബിസിനസ് മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ വൻ വിജയ കുതിപ്പിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും ഒട്ടനവധി അനുബന്ധ ബിസിനസ്സുകളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം സേവനങ്ങൾ ഒരേ നെറ്റ്വർക്ക് ശൃംഖല വഴി അല്ലെങ്കിൽ തലത്തിൽ കൊണ്ട് നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള വിഷൻ കീ OTT എന്നുള്ള സംരംഭം ആവിഷ്കരിച്ചിരിക്കുന്നത്. കുവൈറ്റിലെ കമ്മ്യൂണിറ്റി പോർട്ടലായ indiansinkuwait.com ഇന്ത്യ മേള സംഘടിപ്പിച്ചു. സാൽമിയയിലെ ബോളിവാർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് പരിപാടി നടന്നത്. ഇന്ത്യൻസ് ഇൻ കുവൈറ്റ് പോർട്ടലിന്റെ വാർഷിക ഈവന്റായ ഇന്ത്യ മേള പുതിയ വേദിയിൽ വിശാലമായ രീതിയിൽ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷിച്ചു. മുഴുവൻ ദിവസത്തെ ആഘോഷത്തിൽ ഇന്ത്യയിലുടനീളമുള്ള വൈവിധ്യമാർന്ന പരമ്പരാഗതവും സാംസ്കാരികവുമായ പ്രകടനങ്ങൾ അവതരിപ്പിച്ചു. കുവൈത്തിലെ നിരവധി ഇന്ത്യൻ അസോസിയേഷനുകളാണ് ഈ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളുടെ പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ indiansinkuwait.com ഡയറക്ടർമാരായ സുനോജ് നമ്പ്യാർ, ക്രോഫോർഡ് വിൽസൺ ഡിസൂസ, ജോർജ് മാത്യു എന്നിവർ ചേർന്ന് മേള വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മേളയിൽ പ്രാദേശികവും ദേശീയവുമായ ഭക്ഷണ വിഭവങ്ങൾ, സന്ദർശകർക്ക് ഗെയിം സ്റ്റാളുകൾ, സാംസ്കാരികപരമായ വസ്തുക്കൾ, വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുടെ വിശാലമായ സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. മേളയ്ക്ക് ആവേശം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പാനിപൂരി ചാലഞ്ചും ബിരിയാണി മത്സരവും ഫാൻസി ഡ്രസ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കപ്പെട്ടു. നൃത്തവും സംഗീതവും രുചികരമായ ഭക്ഷണ വിഭവങ്ങളും രസകരമായ ഗെയിമുകളും മത്സരങ്ങളും സമ്മാനങ്ങളും ഒരുക്കി നിറഞ്ഞ ജനപങ്കാളിത്തത്തോടെ ഇന്ത്യാമേള ആഘോഷിക്കപ്പെട്ടു. കുവൈറ്റ് ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപാഠി മുഖ്യ അതിഥിയായിരുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കല്ലട ജലോത്സവത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി തുഴഞ്ഞ് വീയപുരം ചുണ്ടൻ ജേതാക്കളായി. കൊല്ലം ജില്ലയിൽ കല്ലടയാറ്റിൽ നടന്ന മത്സരത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ 2ാം സ്ഥാനവും നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ 3ാം സ്ഥാനവും നേടി. ചുണ്ടൻ വള്ളങ്ങളുടെ IPL മാതൃകയിലുള്ള ലീഗ് മത്സരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിലെ 9ാം മത്സരമാണ് കല്ലടയിൽ നടന്നത്. 8ാം തവണയും വീയപുരം ചുണ്ടൻ തന്നെയാണ് ജേതാക്കളായത്. അവസാന നിമിഷം വരെ നിരണവും നടുഭാഗവും ഒപ്പത്തിനൊപ്പം മുന്നിട്ട് നിന്നെങ്കിലും അവസാന 100 മീറ്ററിൽ നിരണത്തെ പിന്നിലാക്കി നടുഭാഗം ചുണ്ടൻ 2ാമതെത്തുകയായിരുന്നു. പോയിന്റ് പട്ടികയിൽ 80 പോയിന്റുമായി 1ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന അതേ വീയപുരം 1-ലൂടെ കടന്നുപോയി. 2-ലൂടെ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ് റിപ്പിൾ ബ്രേക്കേഴ്സ് പോയിന്റ് പട്ടികയിൽ 58 പോയിന്റുമായി 4ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. എറണാകുളം ചേന്ദമംഗലത്ത് സ്ഥാനാർത്ഥിക്ക് കുത്തേറ്റു. ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഫസൽ റഹ്മാനാണ് കുത്തേറ്റത്. സംഭവത്തിൽ വടക്കേക്കര സ്വദേശി മനോജിനെ അറസ്റ്റ് ചെയ്തു. പഞ്ചായത്തിൽ ഒരു വ്യവസായം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. മനോജ് ഇന്നലെ ഫസലിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. പ്രദേശത്തുണ്ടായിരുന്ന മരം ഫസൽ മുറിച്ചു വിറ്റെന്നാരോപിച്ചായിരുന്നു പോസ്റ്റ്. ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് മനോജ് ഫസലിന്റെ പുറത്ത് കുത്തുകയായിരുന്നു. 3 കുത്തേറ്റ ഫസലിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഫസൽ നിലവിൽ പഞ്ചായത്ത് അംഗവും CPIM ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്നു.
സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് ഇയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത്. CPIM ഫസലിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. കാസർഗോഡ് UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതർക്കെതിരെ കോൺഗ്രസിന്റെ നടപടി. 20-ലധികം നേതാക്കളെയും പിന്തുണച്ചവരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭയിലുമടക്കം വിമതർ വ്യാപകമായ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് നടപടി. 20-ലധികം പേർ അടങ്ങിയ വിപുലമായ പട്ടികയാണ് DCC പുറത്തുവിട്ടിരിക്കുന്നത്. കോഴിക്കോട് മുക്കം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 107 സ്ഥാനാർത്ഥികൾ വിവിധ ഡിവിഷനുകളിൽ മത്സരത്തിനിറങ്ങുമ്പോൾ വ്യത്യസ്തമായൊരു സ്ഥാനാർത്ഥിയും അക്കൂട്ടത്തിലുണ്ട്. വിധി തളർത്തിയ ശരീരത്തിന്റെ പരിമിതികളെ ജീവിതത്തിലുടനീളം പൊരുത്തി തോൽപ്പിച്ച റീജ തെക്കേപ്പോയിലാണ് സ്ഥാനാർത്ഥിത്വം കൊണ്ട് വ്യത്യസ്തതയാകുന്നത്. മുക്കം നഗരസഭയിലെ കയ്യേരിക്കൽ ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായാണ് റീജ തെക്കേപ്പോയിൽ മത്സരിക്കുന്നത്. 10ാം വയസ്സിൽ പോളിയോ രോഗം തളർത്തിയതാണ് റീജയുടെ ചലനശേഷിയും സ്വപ്നങ്ങളും. പക്ഷേ വിധിക്ക് മുന്നിൽ തളരാൻ റീജ തയ്യാറായില്ല. കന്യാംഗത്തിനിറങ്ങിയ റീജ വീടുകളിൽ വോട്ട് ചോദിച്ചിറങ്ങുന്നതും വീൽചെയറിലാണ്. ഞാനിവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് അറിയണം. എല്ലാ സഹകരണവും വേണം. വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അധ്വാനിച്ച് കുടുംബം പോറ്റാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായിക്കൂടാ എന്ന ചിന്തയിൽ നിന്നാണ് താൻ മത്സരരംഗത്തേക്ക് വന്നതെന്ന് റീജ പറയുന്നു. നാട്ടിൽ വികസനം വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പം വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇലക്ഷനിലും ഞങ്ങളെ പോലെയുള്ള ആളുകളെ പരിഗണിക്കണം. കാരണം എല്ലാ രംഗത്തും ശോഭിക്കാൻ പറ്റുന്ന ആളുകളാണ് ഭിന്നശേഷിക്കാർ. അപ്പോൾ ഈ ഇലക്ഷന്റെ അല്ലെങ്കിൽ ഒരു ഭരണത്തിൽ ഇങ്ങനെ ഭിന്നശേഷിക്കാരായ ആളുകൾ വരുമ്പോൾ അവർക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടാവും. തീർച്ചയായിട്ടും കൂടുതൽ സൗകര്യങ്ങൾ, അതാണ് മെയിനായിട്ടുള്ളത്. റാമ്പ് സൗകര്യങ്ങൾ, എവിടെയും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഭിന്നശേഷിക്കാരായ ആളുകളാവുമ്പോൾ തീർച്ചയായിട്ടും സാധിക്കും. ശരീരമാകെ തളർന്നതോടെ 5ാം ക്ലാസ്സിൽ റീജയ്ക്ക് പഠനം നിർത്തേണ്ടി വന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി ഏറെ നാളത്തെ ചികിത്സ. കൈകളുടെ ചലനശേഷി തിരിച്ചു കിട്ടിയെങ്കിലും കാലുകൾ ഇപ്പോഴും നിശ്ചലമാണ്. അതിനിടെ അച്ഛനെ നഷ്ടമായി. പക്ഷാഘാതം വന്നതോടെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുമായി. ഇതോടെ മണ്ണാശ്ശേരിയിൽ തയ്യൽക്കട നടത്തിയാണ് റീജ കുടുംബം പുലർത്തുന്നത്. കൈകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന മെഷീൻ ഉപയോഗിച്ചാണ് വസ്ത്രങ്ങൾ തയ്ക്കുന്നത്. പരിമിതികളൊന്നും ജീവിതത്തിൽ ജയിച്ചു കയറാൻ തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ 27-കാരി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനവിധി തേടുന്ന BJP സ്ഥാനാർത്ഥികൾ രാജകുടുംബാംഗങ്ങളെ കാണാൻ കവടിയാർ കൊട്ടാരത്തിലെത്തി. മാലിന്യപ്രശ്നം മുതൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം വരെ ചർച്ച ചെയ്ത ശേഷമാണ് സ്ഥാനാർത്ഥികൾ കൊട്ടാരത്തിൽ നിന്നും മടങ്ങിപ്പോയത്. രാജഭരണകാലമല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ അനുഗ്രഹം തേടി കവടിയാർ കൊട്ടാരത്തിലെത്തുന്ന പതിവുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്ന BJP വനിതകളും പതിവ് തെറ്റിച്ചില്ല. രാജകുടുംബാംഗങ്ങളെ കാണാൻ എത്തി. മാലിന്യവും തെരുവുനായി പ്രശ്നവും കാട്ടുപന്നിയുമൊക്കെ ചർച്ചയായി. മാലിന്യം അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ. മലയാളി കാലത്ത് കുളിക്കും, വൈകിട്ട് മേലിടും, 2 നേരം ഡ്രസ്സ് മാറും, നമ്മുടെ ചവറ് കൊണ്ടുവന്ന് വല്ലവൻ്റെയും കോമ്പൗണ്ടിലിടും, ഇല്ലെങ്കിൽ റോഡിലെറിയും. അപ്പം ആ മാലിന്യം മാറ്റണം. പിന്നെ ഉള്ളൂ തെരുവുനായി. ഇപ്പോൾ ആരും രാവിലെ നടക്കാൻ പോകുന്നില്ലല്ലോ തെരുവുനായിനെ പേടിച്ച്. ഞങ്ങൾക്ക് തെരുവുനായല്ല, ഇവിടെ ഒരു പന്നിയുണ്ട്, ഒരു കാട്ടുപന്നിയുണ്ട്. ഈ കോവിഡ് സമയത്ത് വന്നത് കാട്ടുപന്നി. അതുകൊണ്ട് വാഴ, മരച്ചീനി എല്ലാം കുത്തി കളക്കുക. 1 മണിക്കൂർ സമയം സ്ഥാനാർത്ഥികൾ കവടിയാർ കൊട്ടാരത്തിൽ ചെലവിട്ടു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നാണ് രാജകുടുംബാംഗങ്ങൾ സ്ഥാനാർത്ഥികളെ യാത്രയാക്കിയത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏത് രീതിയിലാണോ ഭഗവാൻ നിശ്ചയിച്ചത് ആ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ കിട്ടട്ടെ. നാടിനു വേണ്ടി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നാടിനു വേണ്ടി പരിശ്രമിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ച് മാത്യു കുഴൽനാടൻ MLA.
കൊമ്പാടികൾ വാർഡ് സ്ഥാനാർത്ഥി VS അജിത് കുമാർ, കാട്ടാക്കട ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അനുഷ്മ ബഷീർ, പൂവച്ചൽ ഡിവിഷൻ സ്ഥാനാർത്ഥി ദീപു നെയ്യാർ എന്നിവർക്കായാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. വ്യാപാര സ്ഥാപനങ്ങൾ, കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ, DYSP ഓഫീസ് തുടങ്ങിയിടങ്ങളിൽ സ്ഥാനാർത്ഥികളും നേതാക്കളും ചേർന്ന് വോട്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ചായിരുന്നു MLAയുടെ കാട്ടാക്കട സന്ദർശനം. സംസ്ഥാനത്ത് നിന്നും സ്വർണ്ണവില ഉയർന്നു. തുടർച്ചയായ 2ാം ദിവസമാണ് വില ഉയർന്നത്. ഇന്ന് പവന് 1000 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ വില 95,000 കടന്നു. ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 95,200 രൂപയാണ്. കഴിഞ്ഞ ദിവസം 520 രൂപയാണ് ഒരു പവന് വർദ്ധിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന് ഫോണുകൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ. മുർഷിദാബാദ് സ്വദേശികൾ രാകേഷ് ആയാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. പെരിന്തൽമണ്ണയിലുള്ള വെൽടെക് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മലപ്പുറം ഒതുക്കുങ്ങലിൽ വാഹനം ഇടിച്ച ഒരാൾ മരിച്ചു. പുത്തൻപീടിയേക്കൽ മൊയ്തീൻകുട്ടിയാണ് മരിച്ചത്. വാഹനം ഓടിച്ചയാൾ പോലീസ് പിടിയിലായി. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് വാഹനം ഇടിച്ചതെന്നാണ് നിഗമനം. ഇടിച്ച വാഹനം നിർത്താതെ പോവുകയും കോട്ടക്കലിൽ വെച്ച് പോലീസ് പിടികൂടുകയുമായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക് ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാതുകാവൽ തിരുനാളിന് കൊടിയേറി. ഫാദർ റൊമാരിയോ ജോസ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഫാദർ ജിൻസൺ ഗ്രിഗറിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ സമാരംഭ ബലി നടന്നു. ഡിസംബർ 3-ന് പെരുന്നാൾ സമാപിക്കും. പത്തനംതിട്ട പന്തളത്ത് ടാങ്കർ ലോറിയുടെ അടിയിൽപ്പെട്ട് ബുള്ളറ്റിന് പിന്നിൽ യാത്ര ചെയ്ത യുവാവ് മരിച്ചു. ഇലവന്തിട്ട സ്വദേശി ശ്രീകുമാറാണ് മരിച്ചത്. ബുള്ളറ്റ് ഓടിച്ചിരുന്ന ഇലവന്തിട്ട സ്വദേശി രാഹുൽ രാജിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്തളത്ത് നിന്നും ഇലവന്തിട്ടയിലേക്ക് പോകുകയായിരുന്ന ബുള്ളറ്റ് കാറിന്റെ പിന്നിലിടിച്ചാണ് അപകടം. ബുള്ളറ്റിന്റെ പിന്നിൽ യാത്ര ചെയ്യുകയായിരുന്ന ശ്രീകുമാർ എതിർദിശയിൽ വന്ന ടാങ്കർ ലോറിയുടെ അടിയിൽപ്പെടുകയായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നെടുമങ്ങാട് നഗരസഭയിൽ കുടുംബ സംഗമങ്ങൾ നടത്തി. നഗരസഭ നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഓരോ കുടുംബ സദസ്സുകളിലും പ്രതിഫലിക്കുന്നതെന്നും നെടുമങ്ങാട് നഗരസഭയിൽ തുടർഭരണം ഉറപ്പാണെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. തൃശൂർ ദേശമംഗലത്ത് കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തീ പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ദേശമംഗലം തലശ്ശേരി സ്വദേശി മുഹമ്മദ് ഫാരിസ് ആണ് മരിച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി 90% തീ പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു യുവാവ്. കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്നും തീപ്പൊരി ഉണ്ടാവുകയും സമീപത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് നിമിഷ നേരം കൊണ്ട് തീ പടരുകയുമായിരുന്നു. ഓപ്പറേഷൻ നുംഖോറിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത അമിത് ചക്കാലക്കിന്റെ വാഹനം വിട്ടു നൽകി. കസ്റ്റംസ് പിടിച്ചെടുത്ത ഒരു വാഹനമാണ് വിട്ടു നൽകിയത്. 20% ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെച്ചതിനു ശേഷമാണ് വാഹനം വിട്ടു നൽകിയത്. കേരളം വിട്ട് വാഹനം പുറത്തു കൊണ്ടുപോകരുത്, എപ്പോൾ വിളിച്ചാലും വാഹനം ഹാജരാക്കണം തുടങ്ങിയ കർശന നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് വാഹനം വിട്ടു നൽകിയത്. ഓപ്പറേഷൻ നുംഖോറിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ കേസിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത അമിത് ചക്കാലക്കിന്റെയും ദുൽഖർ സൽമാന്റെയും വാഹനങ്ങളാണ് വിട്ടു നൽകിയിട്ടുള്ളത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ടെറസിൽ നിന്ന് പുക ഉയർന്നതിന് പിന്നാലെ ഉണ്ടായാണ് തീ അണച്ചത്. ആശുപത്രിയിലെ C ബ്ലോക്കിലെ AC പ്ലാന്റിലാണ് തീ പിടിച്ചത്. C ബ്ലോക്കിലെ രോഗികളെ താൽക്കാലികമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. നെടുമ്പുര സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് പരുത്തിരിപ്പ
LP സ്കൂൾ പരിസരത്തെ വളവിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ ഇരുമ്പ് ഗോവണി ഇടിച്ചു തകർത്ത് തൊട്ടടുത്തുള്ള വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. കാർ ഓടിച്ചിരുന്നയാൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മലപ്പുറം മഞ്ചേരി റോഡിൽ മാസങ്ങളോളമായി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാർ നാട്ടുകാർക്കിടയിൽ ആശങ്ക പരത്തുന്നു. KL 10 G6336 രജിസ്ട്രേഷൻ നമ്പറുള്ള മാരുതി കാറാണ് പ്രധാന പാതയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കാറിനുള്ളിൽ പഴകിയ ഷർട്ടും സോക്സും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വാഹനം ആരുടേതാണെന്നും എന്തുകൊണ്ടാണ് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടതെന്നും വ്യക്തമല്ല. സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ചേലക്കര അന്തിമ മഹാകാളൻകാവ് സ്വദേശി രാജേഷിനാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ലോറിയുമായി ഡിവൈൻ ആശുപത്രിയിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ നന്ദിക്കരയിൽ ടോറസ് ലോറികൾ കൂട്ടിയിടിച്ച അപകടം. നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിലായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് U-ടേൺ തിരിയുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന ടോറസ് ഇടിക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. അപകടത്തിൽ റോഡിന് കുറുകെ കിടന്ന ടോറസുകൾ ക്രെയിൻ എത്തിച്ച് മാറ്റിയാണ് ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ആലപ്പുഴ കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കായംകുളം സ്വദേശി അൻസറിന്റെ സ്വിഫ്റ്റ് കാറിനാണ് കായംകുളം ONK ജംഗ്ഷനിൽ വെച്ച് ഓടിക്കൊണ്ടിരിക്കെ തീപിടിച്ചത്. കാർ ഭാഗികമായി കത്തി നശിച്ചു. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. കൊടുങ്ങല്ലൂരിൽ അമ്ലമഴ പെയ്തു. ശ്രീനാരായണപുരം ആലയിൽ ഇന്ന് രാവിലെയാണ് മഞ്ഞ നിറമുള്ള മഴ പെയ്തത്. ആല ഗുരുദേവ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് അമ്ലമഴ കണ്ടത്. ഇവരുടെ വസ്ത്രങ്ങളിലും വാഹനങ്ങളിലും മഞ്ഞ നിറമുള്ള മഴ വീഴുകയായിരുന്നു. നിമിഷ നേരം മാത്രം നീണ്ടുനിന്ന മഴ ഞൊടിയിടയിൽ പെയ്തൊഴിഞ്ഞു. മലിനീകരണത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലുണ്ടാകുന്ന സൾഫ്യൂരിക് അമ്ലം, നൈട്രിക് അമ്ലം എന്നിവ മഴവെള്ളത്തിൽ കലർന്ന് ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് അമ്ലമഴ. ചെറിയൊരു മഴച്ചാറ്റിൽ പോലെയാണ് ആദ്യം തോന്നിയത്. അപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ഡ്രസ്സിലൊക്കെ ഒരു മഞ്ഞ കളർ കണ്ടു. നമ്മൾ ആദ്യം അത് വിചാരിച്ചത് വല്ല പക്ഷികളുടെ ഇതാണെന്ന് വിചാരിച്ചത്. പിന്നീടാണ് നമ്മൾ വണ്ടികളിൽ ശ്രദ്ധിച്ചപ്പോൾ നിറച്ച് മഴ പെയ്ത ഒരു ആസിഡ് റെയിൻ പോലെ എല്ലാ വണ്ടികളിലും മഞ്ഞ കളറിൽ ഡോട്ട്സ് കണ്ടത്. അത് പോകാനാണെങ്കിലും പാടാണ്. നമ്മളത് ഉരച്ച് നോക്കി അതങ്ങനെ പോകുന്നില്ല. ഡ്രസ്സിലായതും ഇച്ചിരി പാടുപെട്ടിട്ടാണ് നമ്മൾ കളഞ്ഞത്. ദേഹത്ത് തട്ടിയൊരു കസവസ്യൊന്നും ഉണ്ടായിട്ടില്ല. മെയിനായിട്ട് നമ്മൾ ഡ്രസ്സിൽ കളർ വന്നു. പിന്നെ നമ്മളവിടെ ടൈൽസിലൊക്കെ കളർ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പ്രത്യേകം വണ്ടിയിലാണ് നമ്മൾ ശരിക്കും അറിഞ്ഞത്. റോഡിന്റെ നടുവിലിരുന്ന കടുവക്കുട്ടി കാരണം ഗതാഗതം സ്തംഭിച്ചത് മണിക്കൂറുകളോളം. മഹാരാഷ്ട്രയിലെ താഡോബയിലാണ് സംഭവം. താഡോബ കടുവ സങ്കേതത്തിലെ ചന്ദപൂർ മോഹർലി റോഡിലാണ് കടുവക്കുട്ടി കാരണം ഗതാഗതം സ്തംഭിച്ചത്. മണിക്കൂറുകളോളം റോഡിന്റെ നടുവിലിരുന്ന കടുവക്കുട്ടി മാറിയതിനു ശേഷമാണ് ഗതാഗതം സഞ്ചാരയോഗ്യമായത്. പ്രദേശവാസിയായ ആകാശാലം പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. പത്തനംതിട്ട മെഴുവേലിയിൽ സ്ഥാനാർത്ഥിക്ക് മേൽ കരിയോയിൽ ഒഴിച്ചു. UDF സ്ഥാനാർത്ഥി ബിജോ വർഗീസിന് നേരെയാണ് അക്രമം. മെഴുവേലി പഞ്ചായത്തിലെ 10ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. ബൈക്കിൽ പോകുമ്പോഴായിരുന്നു സംഭവം.
പത്തനംതിട്ടയിലാണ് സംഭവം. പത്തനംതിട്ട മെഴുവേലിയിലാണ് സ്ഥാനാർത്ഥിക്ക് മേൽ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ ബിജോ വർഗീസിന് നേരെയാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായിരിക്കുന്നത്. മെഴുവേലി പഞ്ചായത്തിലെ 10ാം വാർഡ് സ്ഥാനാർത്ഥിയാണ് UDF സ്ഥാനാർത്ഥിയാണ് ബിജോ വർഗീസ്. ബൈക്കിൽ പോകുമ്പോഴായിരുന്നു ഇത്തരത്തിൽ കരിയോയിൽ ഒഴിച്ച് അക്രമമുണ്ടായത്. ഈ കായിക വാർത്തകളിലേക്കാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. റാഞ്ചിയിൽ ഉച്ചയ്ക്ക് 1:30-ക്കാണ് ആദ്യ മത്സരം. ടെസ്റ്റ് പരമ്പരയിലേറ്റ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് മറികടക്കുക ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുക. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരം KL രാഹുലാണ് ടീമിനെ നയിക്കുന്നത്. സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും വിശ്രമം അനുവദിച്ചപ്പോൾ അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ തുടങ്ങിയ താരങ്ങളിലാണ് ഇന്ത്യയുടെ ബൌളിംഗ് പ്രതീക്ഷ. ടെസ്റ്റ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ടെംബ ബാവുമ നയിക്കുന്ന ദക്ഷിണാഫ്രിക്ക ഇറങ്ങുന്നത്. മറ്റു വാർത്തകളിലേക്കാണ്. തൃശൂരിൽ കിണറ്റിൽ വീണ 52-കാരിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കോർപ്പറേഷൻ പള്ളിനട ഡിവിഷൻ 31-ൽ എള്ളുവങ്ങൽ ജോയിയുടെ ഭാര്യ ബെൻസിയാണ് അബദ്ധത്തിൽ വീട്ടുകിണറ്റിൽ വീണത്. 50 അടി താഴ്ചയുള്ള കിണറ്റിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ K പ്രകാശൻ ഇറങ്ങിയാണ് 52-കാരിയെ രക്ഷപ്പെടുത്തിയത്. മലപ്പുറം എടക്കരയിൽ 74 ഗ്രാം ഹാഷിഷ് ഓയിലും 39 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി ഷെഫിക്, നടക്കാവ് സ്വദേശി സുബീന എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും കാറുമാർഗം കൊണ്ടുവന്ന ലഹരിമരുന്നാണ് എടക്കര പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ പിടികൂടിയത്. കോഴിക്കോട് മലപ്പുറം മേഖലകളിലേക്ക് വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന ലഹരിമരുന്നാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. കേരള പോലീസ് നടപ്പാക്കുന്ന സമഗ്ര ലഹരി വിരുദ്ധ പരിശീലന പരിപാടിയായ ഉദയം പദ്ധതിയുടെ ഭാഗമായി പരിശീലന പരിപാടി നടന്നു. ആലപ്പുഴ മാന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അധ്യാപകർക്കായുള്ള പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ നർക്കോട്ടിക് സെൽ DYSP B പങ്കജാക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. വിമാനങ്ങളുടെ സോഫ്റ്റ്വെയറിൽ അടിയന്തര പുതുക്കലിന് നിർദ്ദേശം നൽകി വിമാന നിർമ്മാണ കമ്പനിയായ എയർബസ്. സൗരവികിരണങ്ങൾ വിമാനങ്ങളിലെ ഫ്ലൈറ്റ് ഡേറ്റകൾ തകരാറിലാക്കുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. A320 മോഡൽ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളിൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ അപ്ഗ്രഡേഷൻ നടത്തണമെന്നാണ് നിർദ്ദേശം. 6000-ഓളം വിമാനങ്ങളിലാണ് സോഫ്റ്റ്വെയർ പുതുക്കുന്നത്. ഇതോടെ ലോകവ്യാപകമായി സർവീസ് നടത്തുന്ന എയർബസിന്റെ A320 മോഡൽ വിമാനങ്ങളുടെ ആയിരക്കണക്കിന് സർവീസ് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ 300-ഓളം വിമാന സർവീസുകളെ ഇത് ബാധിക്കും. ഇൻഡിഗോയുടെ 350 വിമാനങ്ങളും എയർ ഇന്ത്യയുടെ 120 വിമാനങ്ങളും A320 ശ്രേണിയിൽപ്പെട്ടതാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന് 40 വിമാനങ്ങളുണ്ട്. ഷെയ്നികം നായകനായ ഹാൾ സിനിമയ്ക്ക് വീണ്ടും നിയമക്കുരുക്ക്. സിനിമ ഡിവിഷൻ ബെഞ്ച് കാണും. കത്തോലിക്ക കോൺഗ്രസിന്റെ അപ്പീൽ പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം. ഹർജിക്കാരുടെ ആക്ഷേപങ്ങൾ ശരിയല്ലെങ്കിൽ പിഴ ചുമത്തുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. സിനിമ നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടിരുന്നു. സെൻസർ സർട്ടിഫിക്കറ്റിന്റെ ഏതാനും സീനുകളും സംഭാഷണങ്ങളും നീക്കാൻ അണിയറ പ്രവർത്തകർക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കേസിൽ കക്ഷി ചേർത്ത കത്തോലിക്ക കോൺഗ്രസിന്റെ ഹർജിയിലെ ആവശ്യങ്ങൾ സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ലെന്നാണ് അപ്പീലിലെ ആരോപണം. ക്രിസ്ത്യൻ മതവികാരം പരിഗണിച്ച് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ഹോളി ഏഞ്ചൽസ് ഓഫ് കോളേജ് എന്ന പേര് മാറ്റണം. താമരശ്ശേരി ബിഷപ്പിന്റെ പേര് ഉപയോഗിച്ചതിന് ബിഷപ്പിന്റെ അനുമതി വാങ്ങണം തുടങ്ങിയ നിർദ്ദേശങ്ങളും സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് ജഡ്ജിമാർ സിനിമ കാണും. തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കുങ്കിയാനകൾ മടങ്ങിയതിന് പിന്നാലെയാണ് ഒറ്റയാൻ ഇറങ്ങിയത്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഇരുമ്പുപാലം ഫോറസ്റ്റ് സ്റ്റേഷൻ സമീപത്ത് ആന ഇറങ്ങിയത്. പ്രദേശത്ത് ആക്രമണ സ്വഭാവം കാണിച്ച് നടന്നിരുന്ന ഒറ്റയാനെ തുരത്താൻ വേണ്ടിയാണ് വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ചത്. 2 ആഴ്ചയോളം ദൗത്യത്തിന്റെ ഭാഗമായി ആനകൾ കുതിരാനിലുണ്ടായിരുന്നു. ഇന്നലെയാണ് കുങ്കിയാനകൾ വയനാട്ടിലേക്ക് മടങ്ങിയത്. ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങിയതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്.